ആളൂരിൽ പോലീസ് തീപിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സമഗ്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന് CPIM മാള ഏരിയ കമ്മിറ്റി. മരിച്ച വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം അനുവദിക്കണമെന്നും നേതൃത്വം. DYFI നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പ്രതിഷേധക്കാരെ തടയാൻ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കൊച്ചിൻ പോർട്ടിന്റെ കീഴിലുള്ള വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് 1/2 കിലോമീറ്ററോളം ദൂരത്തിലുള്ള റെയിൽവേ ട്രാക്ക് മോഷണം പോയ സംഭവം ദുരൂഹതയാകുന്നു. വർഷങ്ങളായി ഉപയോഗിക്കാതിരുന്ന റെയിൽ പാളങ്ങളാണ് കാണാതായത്. നമസ്കാരം, ന്യൂസ് റൗണ്ട് അപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ആളൂരിൽ പോലീസ് തീപിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സമഗ്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന് CPIM മാള ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മരിച്ച വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം അനുവദിക്കണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു. ചികിത്സയിൽ കഴിയുന്ന മറ്റൊരു വിദ്യാർത്ഥിക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്നും പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടു. ആളൂരിൽ പോലീസ് ജീപ്പ് പിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് CPIM മാള ഏരിയ കമ്മിറ്റി ആരോപിച്ചു. ജൂൺ 15 നടന്ന അപകടത്തിൽ നിയമം പാലിക്കേണ്ടവർ തന്നെ അശ്രദ്ധമായി വാഹനം ഓടിച്ച് അപകടം വരുത്തിയതാണെന്ന് CPIM ചൂണ്ടിക്കാട്ടി. വാഹനം ഓടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അമിത വേഗതയിലോ അശ്രദ്ധമായോ വാഹനം ഓടിച്ചിരുന്നോ എന്ന് നിഷ്പക്ഷമായ ഉന്നതതല അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു. അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം അനുവദിക്കണമെന്നും ഇത്തരം ദാരുണ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസ് സംവിധാനം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും CPIM ആവശ്യപ്പെട്ടു. റോഡുകളിൽ സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും CPIM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം മാള. UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ DYFI നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പ്രതിഷേധക്കാരെ തടയാൻ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ DYFI നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പ്രതിഷേധക്കാരെ തടയാൻ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കളക്ടറേറ്റ് പടിക്കൽ ബാരിക്കേഡ് സ്ഥാപിച്ചാണ് പോലീസ് മാർച്ച് തടഞ്ഞത്. ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ടു പോകാൻ പ്രതിഷേധക്കാർ ശ്രമിച്ചതോടെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചത്. ഏറെ നേരം നീണ്ടുനിന്ന ജലപീരങ്കി പ്രയോഗത്തെ തുടർന്ന് പ്രതിഷേധക്കാർ പിന്മാറിയെങ്കിലും സമരം അവസാനിപ്പിച്ചില്ല. തുടർന്ന് പ്രതിഷേധക്കാർ വീണ്ടും ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് 2ാമതും ജലപീരങ്കി പ്രയോഗിച്ചു. ഈ പ്രയോഗവും ഏറെ നേരം നീണ്ടുനിന്നു. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് നേരിയ സംഘർഷാവസ്ഥ നിലനിന്നു. DYFI നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം വിന്യസിച്ചിരുന്നു. മീഡിയ ടൈം തൃശൂർ. നെടുമ്പാശ്ശേരിയിൽ ദേശീയപാതയിലുണ്ടായിരുന്ന ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. ഇന്ന് രാവിലെ ഫാർമസി കവലയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. ഇരിങ്ങാലക്കുട സ്വദേശികളായ ഗോകുൽ, അശ്വിൻ എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7:30യോടെയായിരുന്നു അപകടം. നെടുമ്പാശ്ശേരി ഫാർമസി കവലയ്ക്ക് സമീപം ദേശീയപാതയിലൂടെ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡിന് നടുവിലുള്ള ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തുടർന്ന് വാഹനം മീഡിയനിലെ വൈദ്യുതി വിളക്കുകാലിൽ ശക്തമായി ഇടിച്ചു മറിയുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. അപകടത്തിന്റെ ആഘാതത്തിൽ ബൈക്കിലുണ്ടായിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശികളായ ഗോകുലിനും അശ്വിനും ഗുരുതരമായി പരിക്കേറ്റു. അപകടം കണ്ട മറ്റ് യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് ഇരുവരെയും ഉടൻ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തെ തുടർന്ന് നെടുമ്പാശ്ശേരി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. അമിത വേഗതയാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിന്റെ സാഹചര്യങ്ങളെക്കുറിച്ചും മറ്റ് വിവരങ്ങളെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. മീഡിയ ടൈം ആലുവ. കൊച്ചിൻ പോർട്ടിന്റെ കീഴിലുള്ള അതീവ സുരക്ഷാ മേഖലയായ വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് 1/2 കിലോമീറ്ററോളം ദൂരത്തിലുള്ള റെയിൽവേ ട്രാക്ക് മോഷണം പോയ സംഭവം ദുരൂഹതയാകുന്നു. വർഷങ്ങളായി ഉപയോഗിക്കാതിരുന്ന റെയിൽ പാളങ്ങളാണ് കാണാതായത്.
സംഭവത്തിൽ പോർട്ട് അധികൃതർ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വില്ലിംഗ്ടൺ ഐലൻഡിലെ അതീവ സുരക്ഷാ മേഖലയിലാണ് വൻ മോഷണം നടന്നത്. വല്ലാർപാടം ടെർമിനൽ നിലവിൽ വന്നതോടെ ഉപയോഗം നിർത്തിയ റെയിൽവേ ട്രാക്കിന്റെ ഭാഗങ്ങളാണ് മോഷണം പോയതെന്നാണ് പ്രാഥമിക വിവരം. വർഷങ്ങളായി ഉപയോഗിക്കാതിരുന്നതിനാൽ കാടുമൂടിയ നിലയിലായിരുന്ന ട്രാക്കിന്റെ ഏകദേശം 1/2 കിലോമീറ്ററോളം ഭാഗമാണ് അപ്രത്യക്ഷമായത്. ബുധനാഴ്ച വൈകുന്നേരത്തോടെയാണ് റെയിൽ പാളങ്ങൾ നഷ്ടപ്പെട്ടതായി പോർട്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. Q9 ബർത്തിൽ നിന്ന് ടാറ്റ ടൈറ്റ്ലി വരെയുള്ള ഭാഗത്തെ ഉരുക്ക് പാളങ്ങളാണ് മോഷണം പോയിരിക്കുന്നത്. ടാറ്റ ടൈറ്റ്ലിയുടെ മുന്നിലൂടെ ഹാർബർ ടെർമിനൽസ് റെയിൽവേ സ്റ്റേഷന് മുന്നിലെത്തുന്ന റോഡിന് കുറുകെ കടന്നു പോകുന്ന റെയിൽവേ ലൈനിന്റെ ഭാഗമായിരുന്നു ഈ പാളങ്ങൾ. CISF സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കർശന സുരക്ഷാ സംവിധാനങ്ങളുള്ള മേഖലയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. പുറത്തുനിന്ന് അനുമതിയില്ലാതെ ആർക്കും പ്രവേശിക്കാനാകാത്ത പ്രദേശത്ത് ഇത്രയും വലിയ അളവിലുള്ള ഉരുക്ക് പാളങ്ങൾ എങ്ങനെ മോഷണം പോയെന്നാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്ന പ്രധാന ചോദ്യം. സംഭവത്തിൽ പോർട്ട് അധികൃതർ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതീവ സുരക്ഷാ മേഖലയായ പ്രദേശത്ത് നിന്ന് 1/2 കിലോമീറ്ററോളം ദൂരമുള്ള റെയിൽ ട്രാക്ക് എങ്ങനെ നീക്കം ചെയ്യപ്പെട്ടു, ഇതിന് പിന്നിൽ ആരൊക്കെയാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. മീഡിയ ടൈം, കൊച്ചി. അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിലെ വന്യജീവി മനുഷ്യ സംഘർഷം കുറയ്ക്കാൻ ആധുനിക മുന്നറിയിപ്പ് സംവിധാനവുമായി ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ് ആനകളുടെ സഞ്ചാരം മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള പദ്ധതിക്കുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്ന് ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2026-27 വർഷത്തേക്കുള്ള വിവിധ സാമൂഹ്യ സേവന പദ്ധതികളും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. ചാലക്കുടി അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വന്യജീവി മനുഷ്യ സംഘർഷം കുറയ്ക്കുന്നതിനായി ആനകളുടെ സഞ്ചാരം മുൻകൂട്ടി തിരിച്ചറിയുന്ന ആധുനിക മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്ന് ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിൽ ആനയുടെ ശല്യം നമുക്കറിയാം, എന്നും നമ്മളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരമായിട്ട് ഒരു എർലി ഡിറ്റക്ഷൻ സിസ്റ്റം, ആനയുടെ മൂവ്മെൻറ്റ് തെർമൽ ക്യാമറ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബാക്കപ്പോട് കൂടിയിട്ട് ഇപ്പോൾ ഒരു ഉന്നതിയിൽ ആൾക്കാർ താമസിക്കുന്ന ഭാഗത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കുകയും അതിനെ തിരിച്ചു വിടാനുള്ള ഒരു പദ്ധതിയാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പദ്ധതിയാണ്, ടെക്നിക്കായിട്ടുള്ള പദ്ധതിയാണ്. അത് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഓൾറെഡി സംസാരിച്ച് അതിനുള്ള അപ്രൂവൽ അടുത്താഴ്ചയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് ഏതാണ്ട് ഒരു വാഴച്ചാൽ തുടങ്ങി അതിരപ്പള്ളി വരെയുള്ള ഭാഗങ്ങളിൽ 2026-27 വർഷത്തിൽ സാമൂഹിക സേവനം, ആരോഗ്യ പരിരക്ഷ, പരിസ്ഥിതി സംരക്ഷണം, വിദ്യാഭ്യാസം, വനിതാ ശാക്തീകരണം, യുവജന വികസനം തുടങ്ങിയ മേഖലകളിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കുമെന്നും അവർ വ്യക്തമാക്കി. ചാലക്കുടിയെ ചെസ് കളിയുടെ പ്രധാന കേന്ദ്രമായി ഉയർത്തുന്നതിനായി അഖില കേരള ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കും. നേത്രദാന ബോധവൽക്കരണ ക്യാമ്പ്, കേൾവി പരിശോധനാ ക്യാമ്പ് തുടങ്ങിയ ആരോഗ്യ പരിപാടികൾക്കും രൂപം നൽകും. കൂടാതെ 250 പേർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തി നൽകുന്ന പദ്ധതിയും ക്ലബ്ബ് പ്രഖ്യാപിച്ചു. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് ചാലക്കുടി ഹൈവേ ഇന്റർനാഷണൽ നടക്കും. പ്രസിഡന്റ് സലിം മണപ്പറമ്പിൽ, സെക്രട്ടറി അഡ്വക്കേറ്റ് CV ഷാജു, ഡിസ്ട്രിക്ട് GGR അഡ്വക്കേറ്റ് K കുഞ്ഞുമോൻ, ചാർട്ടർ പ്രസിഡന്റ് PD ദിനേശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള കോട്ടയ്ക്കൽ സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വായനവാര ആഘോഷങ്ങൾക്ക് പരിപാടികൾക്ക് തുടക്കമായി. കവിയും എഴുത്തുകാരനും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറുമായ അനീഷ് ഹാറൂൺ റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെന്ത് കാണാൻ ഒരുപോലെയാണോ? വൈവിധ്യങ്ങളുണ്ട്, പല പേരുണ്ട് ഇല്ലേ? ഇപ്പൊ എന്നെ കാണാൻ തോന്നുന്നില്ല, ഒത്തിരി സുന്ദരനാണ് അല്ലേ? പിന്നെ ഞങ്ങൾ സ്ഥാപനം ഞങ്ങൾ കണ്ണട വെച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ കോഴ്സുകൾ, ഈ കോഴ്സുകളെല്ലാം ചെയ്യുന്നത് കേവലം
കോളേജ് മാനേജർ റവറൻ ഫാദർ വാൾട്ടൺ തേലപ്പള്ളി അധ്യക്ഷനായിരുന്നു. സാൻജോ പോൾ പുസ്തകാവലോകനം നടത്തി. കോളേജ് ഡയറക്ടർ ഫാദർ ഡോക്ടർ വിൽസൺ തറയിൽ, പ്രിൻസിപ്പൽ മേജർ ഡോക്ടർ അൽഫോൺസ് ലിഗോറി, TO കൊമേഴ്സ് ഡയറക്ടർ പ്രൊഫസർ KM അഹമ്മദ്, സ്റ്റാഫ് സെക്രട്ടറി ശ്രുതി PK, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ആശ K ദേവസ്യ, KU പ്രസീത, കോളേജ് ലൈബ്രറിയൻ ലാൻസിയ എന്നിവർ സംസാരിച്ചു. പെട്രോൾ, ഡീസൽ, ഗ്യാസ് വില വർദ്ധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് രാഷ്ട്രീയ ജനതാദൾ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാള ടൗണിൽ സായാഹ്ന ധർണ നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് കണ്ണമ്പള്ളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KC വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ വില കൂടി, ഗ്യാസ് വില കൂടി, ഡീസൽ വില കൂടി, ഇതിനു മുമ്പും വില കൂടാറുണ്ട്. പക്ഷെ ഇപ്പോ കൂടിയിട്ടുള്ളതിന് പിന്നിലുള്ള രഹസ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമുക്കറിയാം, വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ വലിയ ആസ്പദമാക്കിയിട്ടാണ് ഇവിടെ പെട്രോൾ വില നിശ്ചയിക്കുന്നത്. ക്രൂഡ് ഓയിൽ വില കൂടുമ്പോൾ ഇവിടെ പെട്രോൾ വില കൂടും, നമുക്കത് മനസ്സിലാകും. ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ പണ്ടൊക്കെ വില പെട്രോൾ സ്വാഭാവികമായി കുറയുകയും ചെയ്യും. ഈ അടുത്ത കാലത്ത് BJP ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില നിശ്ചയിക്കേണ്ട അധികാരം ഇവിടുത്തെ പുസ്തക കമ്പനികൾക്ക്, പ്രൈവറ്റ് ഏജൻസികൾക്ക് നൽകി എന്നുള്ളതാണ്. ജോൺ ചെല്ലക്കുടം, PK സോജൻ, അജയൻ തറയിൽ, ജിം മോഹൻദാസ്, MK മധു, TK വാസു എന്നിവർ പ്രസംഗിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് മാതൃക ഹോമിയോ ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി രാവിലെ ഗവൺമെന്റ് മാതൃക ഹോമിയോ ഡിസ്പെൻസറിയിൽ നിന്ന് യോഗ റാലി ആരംഭിച്ച് തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിന്റെ വാർഷിക ദിനം എന്ന രീതിയിലാണ് ഇന്നിപ്പോൾ ഡിസംബർ പഞ്ചായത്തിന്റെയും ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ഇവിടെ വെച്ച് ഈ പരിപാടി നടത്തുന്നത് എല്ലാവർക്കറിയാം. ഒരുപാട് പേര് ഈ യോഗയുടെ ഉപഭോക്താക്കളായി വരികയും നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഓരോ ദിവസം ഓരോരുത്തരും ചെയ്യാൻ പറ്റാവുന്നതും നല്ല രീതിയിൽ തന്നെ നമ്മുടെ യോഗയുടെ നൃത്തത്തിലൂടെ പാട്ട് വെച്ചുകൊണ്ട് ഓരോ യോഗയിലും ചെയ്യാവുന്ന ആസനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഓരോരുത്തർക്കും കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി രമ്യ പ്രദീപ്, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കേരള കാറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും വ്യാഴാഴ്ച വൈകിട്ട് ഇരിങ്ങാലക്കുട സിന്ധു കൺവെൻഷൻ സെന്ററിൽ ചേരുമെന്ന് പ്രസിഡന്റ് MR ബാബു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുയോഗ ഉദ്ഘാടനവും വാർഷിക പെൻഷൻ സ്കീം, സംഘടനാ ലീഗൽ സെൽ, ഫാമിലി ഡോക്ടർ കൺസൾട്ടേഷൻ സർവീസ് തുടങ്ങിയ പദ്ധതികളുടെയും ഉദ്ഘാടനം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA നിർവഹിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കും. ജനറൽ സെക്രട്ടറി MR ചാൾസ് ജോൺസൺ, TL ജെയ്സൺ, ഉദയൻ പടിയൂർമന, സിജോ കുറ്റിക്കാട് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നാടൻ ഭക്ഷ്യവിഭവമേള സംഘടിപ്പിച്ചു. വീടുകളിൽ തയ്യാറാക്കിയ കപ്പ ചമ്മന്തി, പാലപ്പം, നൂലപ്പം, ചക്കട, സുഖിയൻ, പരിപ്പുവട, പഴംപൊരി, ഉള്ളിവട, നാടൻ ബിരിയാണി തുടങ്ങി 25 ഇനങ്ങൾ പ്രദർശനത്തിനെത്തി. ഹെഡ്മാസ്റ്റർ T അനിൽകുമാർ മേള ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ B ബിജു, അഞ്ജലി, അഭിജിത്ത്, P രമ്യ, ലിത K ചന്ദ്രൻ എന്നിവർ പ്രദർശനങ്ങൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് പ്രദർശനത്തിനെത്തിച്ച വിഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആളൂരിൽ പോലീസ് തീപിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സമഗ്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന് CPIM മാള ഏരിയ കമ്മിറ്റി. മരിച്ച വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം അനുവദിക്കണമെന്നും നേതൃത്വം. DYFI നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പ്രതിഷേധക്കാരെ തടയാൻ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കൊച്ചിൻ പോർട്ടിന്റെ കീഴിലുള്ള വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് 1/2 കിലോമീറ്ററോളം ദൂരത്തിലുള്ള റെയിൽവേ ട്രാക്ക് മോഷണം പോയ സംഭവം ദുരൂഹതയാകുന്നു. വർഷങ്ങളായി ഉപയോഗിക്കാതിരുന്ന റെയിൽ പാളങ്ങളാണ് കാണാതായത്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.